തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ ആന്റണി രാജുവിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ശിക്ഷ മരവിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം കേരള ഹൈക്കോടതി തള്ളിയതോടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം അവസാനിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ആന്റണി രാജുവിന് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്നത് വ്യക്തമായിരിക്കുകയാണ്. കേസിന്റെ പശ്ചാത്തലം ഏറെ ശ്രദ്ധേയമാണ്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിനെ കുറ്റക്കാരനായി കണ്ടെത്തിയ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചിരുന്നു. പിന്നീട് ഈ വിധി ചോദ്യം ചെയ്ത് അദ്ദേഹം അപ്പീൽ നൽകിയെങ്കിലും ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതി അതും ശരിവയ്ക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഈ ആവശ്യം അംഗീകരിക്കാതിരുന്നതോടെ നിയമപരമായ നിലയിൽ വലിയ പ്രതിസന്ധിയാണ് ആന്റണി രാജുവിന് നേരിടേണ്ടി വന്നത്. ശിക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്നതാണ് നിയമപരമായ സ്ഥിതി. ജനപ്രതിനിധിത്വ നിയമപ്രകാരം 2 വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷ ലഭിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കുണ്ട്. അതിനാൽ തന്നെ 3 വർഷത്തെ തടവ് ശിക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിത്വം അസാധുവാകുന്നു. ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചിരുന്നുവെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം ലഭിക്കുമായിരുന്നുള്ളൂ. തൊണ്ടിമുതൽ തിരിമറി കേസ് കേരള രാഷ്ട്രീയത്തിൽ ഏറെ വിവാദമായ കേസുകളിലൊന്നാണ്. കേസുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങളായി നിയമപോരാട്ടം തുടരുകയായിരുന്നു. വിവിധ കോടതികളിലൂടെ കടന്നുപോയ കേസിൽ ഒടുവിൽ ശിക്ഷ വിധിക്കപ്പെട്ടതും പിന്നീട് അത് ഉയർന്ന കോടതികൾ ശരിവെച്ചതുമാണ് നിലവിലെ സാഹചര്യം രൂപപ്പെട്ടത്. ഹൈക്കോടതിയുടെ പുതിയ തീരുമാനം രാഷ്ട്രീയപരമായും വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തെത്തുന്ന ഘട്ടത്തിലാണ് ഈ വിധി വന്നിരിക്കുന്നത് എന്നതുകൊണ്ടുതന്നെ ബന്ധപ്പെട്ട പാർട്ടിക്കും മുന്നണിക്കും ഇത് തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ആന്റണി രാജു പ്രവർത്തിച്ചുവരുന്ന രാഷ്ട്രീയ മുന്നണിക്കും ഈ സംഭവവികാസം വലിയ വെല്ലുവിളിയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം ഇതോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനകം തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിധി പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം കേസിൽ അന്തിമ വിധി വരുന്നതുവരെ നിയമപോരാട്ടം തുടരാനാണ് ആന്റണി രാജുവിന്റെ നീക്കമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഹൈക്കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും അദ്ദേഹം പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സംഭവവികാസം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നിയമപരമായ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായാണ് ഈ കേസ് വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുണ്ടാകുന്ന ഇത്തരം നിയമപരമായ തിരിച്ചടികൾ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായ സ്വാധീനമുള്ള നേതാക്കൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നത് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൊത്തത്തിൽ തൊണ്ടിമുതൽ തിരിമറി കേസിൽ ഹൈക്കോടതിയെടുത്ത ഈ തീരുമാനം ആന്റണി രാജുവിന് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിന്റെ പ്രതിഫലനം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്നാണ് വിലയിരുത്തൽ.